വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ബീഫ് ദം ബിരിയാണിയുടെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നത്. അപ്പോൾ ഇതെങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് ട്രൈ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ 1 കിലോ ബീഫാണ് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് നല്ല ഒന്ന് ഇളക്കി കുക്കറിൽ വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതേപോലെ ഞാനിവിടെ റൈസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി ഒന്ന് കുതിരാൻ വേണ്ടി മാറ്റി വെച്ചേക്കുവാണ്. അരമണിക്കൂർ ഒന്ന് കുതിർന്ന് കിട്ടണം. അപ്പോൾ നമ്മുടെ ബീഫിൻ്റെ മസാലയ്ക്ക് വേണ്ടി ഞാനിവിടെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കൊച്ചുള്ളി എന്നിവ ചേർത്ത് നല്ല വടിയെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ മല്ലിയിലയും പുതിനയിലയും കൂടെ ആഡ് ചെയ്ത് ഞാനിവിടെ ഒരു ഉരുളി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമ്മുടെ ബീഫിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓയിൽ ഇവിടെ ചൂടായപ്പോഴത്തേന് ഞാൻ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിനു വേണ്ടി 3 സവാളയാണ്, അത്യാവശ്യം വലുപ്പമുള്ള സവാളയാണ്. സവാള ഇവിടെ നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസുകളൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഐറ്റംസ് എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ഇതിൽ കിടന്ന് നല്ല ഒന്ന് വഴണ്ട് അതൊക്കെ നല്ല ഒന്ന് വെന്ത് വഴണ്ട് വന്നിട്ടുണ്ട്. നല്ല സ്മെല്ല് വരും. ഇനി നമുക്കിതിലേക്ക് ഒരു 2 തക്കാളി ഞാൻ അരച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതും കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതും ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ തക്കാളി പേസ്റ്റ് ഇനി നല്ല ഒന്ന് ഇതിനകത്ത് കിടന്ന് നല്ല ഒന്ന് വെന്ത് കിട്ടണം. അതിന് ശേഷമേ ബാക്കിയുള്ള പൊടികൾ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാവുള്ളൂ. ഇനി നമുക്ക് അരി ഇടാനുള്ള സമയമായി. ഞാൻ വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ചൂടായപ്പോഴത്തേന് അതിനകത്ത് പട്ട, കുരുമുളക്, ഗ്രാമ്പു, ഏലക്ക അതൊക്കെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് പെരിഞ്ചീരകവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് നെയ്യും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം, നമ്മുടെ ചോറിൻ്റെ കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്കിന് നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ ബീഫിനകത്ത് മഞ്ഞൾപ്പൊടി ഇട്ടാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. അപ്പം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്കിതിലേക്ക് ചേർത്താൽ മതി. പിന്നെ കുറച്ച് ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കും. ഗരം മസാലയുടെ എല്ലാ കൂട്ടോടെ ചേർത്തിട്ടാണ് നമ്മൾ ഈ മസാല തയ്യാറാക്കിയേക്കുന്നത്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മുടെ എരിവിൻ്റെ അനുസരിച്ച് കുരുമുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ അധികം മുളക് പൊടി ചേർക്കാറില്ല, അല്ലെങ്കിൽ നമ്മൾ ബിരിയാണിയിൽ മുളക് പൊടി അധികം ചേർക്കത്തില്ല. 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഒരു 3 ടീസ്പൂൺ വരെ മല്ലിപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്ത് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം. അതായത് 2 കിലോ ഇറച്ചി എടുക്കുന്നതെങ്കിൽ ഒരു 4 ടീസ്പൂൺ വരെയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പുളിയില്ലാത്ത തൈര് വേണം ഇതിനെ ചേർത്ത് കൊടുക്കാൻ. ഒരു നാരങ്ങയുടെ ജ്യൂസും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ബീഫ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ വെള്ളം കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ വേറെ വെള്ളം ബീഫിൽ ചേർത്ത്. അപ്പോൾ നമ്മുടെ റൈസൊക്കെ വെന്തു. ഇനി നമുക്ക് എല്ലാം ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം. അതിനു വേണ്ടി ഞാനൊരു ഉരുളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണേ. അപ്പോൾ ഇനി നിങ്ങൾ സെറ്റ് ചെയ്യുന്നതെല്ലാം കാണുക. ഏറ്റവും അടിയിൽ നമ്മൾ കുറച്ച് റൈസ് വെച്ചൊന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ മുഴുവനും ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ദം ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ് കഴിക്കാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്യുന്ന സമയം തന്നെ ഓൾ എന്നുള്ളൊരു ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ ആരും മറക്കല്ല. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരാം. ഓക്കെ, ബൈ.